Hello guys, Assalamu alaikum. This is Angry Sisters and welcome back to our channel. ഇപ്പോൾ കുറേ ആയി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. പേഴ്സണലി കുറച്ച് ബിസി ആയിപ്പോയതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടുന്നത്. അങ്ങനെ ഇരിക്കുന്നവരാണ് ഇന്ന് ഉച്ചയ്ക്ക് കൊഞ്ചം ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എന്നാൽ പിന്നെ അത് നിങ്ങളുമായിട്ടൂടി ഷെയർ ചെയ്യുന്നതിന് എന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി കൊഞ്ചം ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, കൊഞ്ചം ചോറാണ്. നമ്മൾ ഇറച്ചിച്ചോറ് ചിക്കൻ ചോറൊക്കെ വെക്കുന്ന പോലെ കൊഞ്ചം വെച്ചിട്ട് ചോറുണ്ടാക്കാൻ പോവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ വേർഷനാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് എൻ്റെ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സോ ഗായ്സ്, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. കീപ് വാച്ചിങ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഞാൻ ആദ്യം പറയാം, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിലുള്ള ചെമ്മീൻ ചോറായിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വേർഷനാണ്. അപ്പം ഈ രീതിയിലായിരിക്കണം എന്നില്ല നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞളും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുക്കറിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കൈവച്ച് ചതച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിനാൽ പെട്ടെന്നായി കിട്ടും. ഇന്ന് തന്നെ കറണ്ട് ചതച്ചതുകൊണ്ട് എനിക്കത് പറ്റിയിട്ടില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉള്ളിയും ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്തിട്ട് പെട്ടെന്ന് വഴറ്റി ഇട്ടുകൊള്ളും. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. മസാല കൂടുതലുള്ള ചോറിന് ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പും മുളകും മഞ്ഞളൊക്കെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളകിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഞാനിവിടെ 10 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ചോറ് തന്നെ ആയിരിക്കും. ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഓയിൽ അടക്കം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 1-2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി റൈസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി നമ്മുടെ ചോറിൻ്റെ പാത്രത്തിലേക്ക് ഓയിലും ഗീയും ചേർത്തതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം അരി ഇട്ടിട്ടും വേവിച്ചെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ഉണ്ടാക്കാം. ചിലർക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളത്തിൻ്റെ മെഷർമെൻറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാലേ ശരിയാവുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുവിധം കുക്കായി കഴിഞ്ഞാൽ പിന്നെ കെറ്റിലിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ട് വേവ് നോക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. എല്ലാവരും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ രീതി അനുസരിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങയും നല്ലപോലെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും അതുപോലെ തന്നെ മസാലപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇനി ഇത് വേവറിൻ്റെ ടൈം കൂടി എടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. മുകളിൽ ഒരു വെയിറ്റ് വെക്കുകയാണെങ്കിൽ ആവിയൊന്നും പുറത്തേക്ക് പോവാതെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കാം അല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചോറ് ഹാഫ് വേവായി വന്നിട്ടുണ്ട്. പൊതുവെ ഇവിടെ എല്ലാവർക്കും നല്ല വെന്ത ചോറാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി നല്ലപോലെ വേവിക്കുന്നുണ്ട് ചോറ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വെന്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഞ്ചൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയല്ല. കാരണം ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ നല്ലപോലെ ആഡ് ചെയ്യും. ഇതിലധികം മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഡിഫറൻസ് ഇതിനുണ്ടാവും. അപ്പം നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ ഇവിടെ 1:30 മണിയായി. രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചവർക്ക് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും വയറ്റിന് അലാറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് നല്ല ചൂടോടെ തന്നെ നമ്മുടെ ചോറിൽ കുറച്ച് അച്ചാറും അതുപോലെ തന്നെ സാലഡൊക്കെ മിക്സ് ചെയ്ത് നല്ലപോലെ കൂട്ടി കുഴച്ച് അങ്ങ് കഴിച്ച് ചെയ്യാൻ എൻ്റെ സാറേ എന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ടേക്ക് കെയർ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.